അപ്പോൾ ഗൈസ് അന്നൂസിൻ്റെ കളി കാണുന്നുണ്ട്. അന്നൂസെ ഇത് നോക്ക്, സ്കൂള് അംഗൻവാടിയിൽ ഞാൻ കൊണ്ടുപോയിട്ടാക്കി കൊടുത്തിന് 2 ദിവസം നിന്നിന്. അവർക്ക് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ചട്ടീനെ കൊണ്ടു ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെയെല്ലാം കളിച്ചിട്ട് ഇവിടെ നിൽക്കണം. സ്കൂളിൽ പോകാണ്ട് 2 ദിവസം അലിഞ്ഞ് പോയേ. നമ്മൾ ഉഷാറായിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് നിന്ന സ്കൂള്. അംഗൻവാടിയിലെ ടീച്ചറുണ്ട് വിളിച്ചോടുക്കുന്നത്, അന്നൂസ് എവിടെ അന്നൂസ് എവിടെയാന്ന് ചോദിച്ചിട്ട്. ഇനി എന്തെന്നാ കളിക്കുന്നത്? എന്താക്കുന്നത്? അത് ഇതല്ലേ തേച്ചെല്ലാം കഴിയുന്ന സോപ്പ് വെള്ളമല്ലേ അത്? അന്നൂസേ ഇതെന്താ ഇനി കളിക്കുന്നേ? ഇതാ ഇവൻ്റെ അവസ്ഥ. ഇവനക്ക് ഇങ്ങനെ ഇത് ടൈം പാസ്, ഇങ്ങനെ ഇതെല്ലാം ചട്ടീനെ കൊണ്ട് കളിക്കൽ, പിന്നെ കത്തീനെ കൊണ്ട് കത്തി എടുത്തിട്ട് എന്തെങ്കിലും മുറിച്ചിടുക, അങ്ങനത്തെ എല്ലാം പണി. സ്കൂള് നാളെ മുതൽ സ്കൂളിൽ പോയില്ല ഇനി? അത് ഓക്കെ ആണെന്നറിയും. ഇങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് കണ്ടിക്കല്ലേ നിങ്ങൾ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ് ഞാൻ അന്നൂനെ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി നാളെ സ്കൂളിൽ പോകില്ലോ അല്ലേ? ചട്ടിയെല്ലാം ഒരു ചട്ടി ഇന്ന് 2 ദിവസം മുന്നേ ഒരു ചട്ടി പൊട്ടിച്ചിട്ടിന്. അങ്ങനത്തെ എല്ലാം കളി അന്നൂസിൻ്റെ. അപ്പം നാളെ പോവാ, നാളെ കൊണ്ടാക്കി തരുവേ. ടീച്ചർ പറഞ്ഞിക്ക് പോണം. നിന്റെ മുടി മുറിക്കണ്ടേ? ഇന്ന് പോയിട്ട് മുറിക്കാം നമുക്ക്. നിന്റെ മുറിക്കണം, ബാപ്പാൻ്റെ മുറിക്കണം. നിന്റെ മുറിക്കുമ്പോൾ മുറിക്കാന്ന് വെച്ചാൽ ബാപ്പി മുറിക്കേണ്ടത്. നമുക്ക് ബിഗ് ബോസ് പോയിട്ട് മുറിക്കാം. നമ്മളിവിടെ അടുത്ത് ബിഗ് ബോസ് അല്ലേ? അപ്പം നമുക്ക് പാനൂര് ചുറ്റിയിട്ട് പോവാം. പാനൂര് ബിഗ് ബോസ് പോയിട്ട് മുറിക്കാം അല്ലേ? അപ്പോൾ പിന്നെ ഇതാക്കിയിട്ട് നാളെ മുടിയെല്ലാം മുറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അഷറായിട്ട് പോകണം അംഗൻവാടിയിൽ. എനിക്കെല്ലാം ബാഗെല്ലാം കൊടുത്തയച്ചിട്ടുണ്ട് എൻ്റെ ഇക്കാക്ക, ആച്ചിക്കാക്കിയല്ല, ഈസേൻ്റെ ഉപ്പ അജുക്കാക്ക. എനിക്കും ഈസക്കും പുതിയ ബാഗ് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്കൂളിൽ പുതിയ ബാഗെല്ലാം എടുത്തിട്ട് അംഗൻവാടിയിൽ പോണേ. അതെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് എന്നാലും പോവാം അല്ല? രാവിലെ തന്നെ അതെല്ലാം ആക്കുന്നെല്ലാം ഉണ്ട്. അപ്പം നാളെ ഞാൻ ഇന്ന് അംഗൻവാടിയിൽ കൊണ്ടാക്കി തരുവേ. മുടി മുറിക്കും ഇന്ന്. നമുക്ക് മുടിയെല്ലാം മുറിച്ചിട്ട് അടിപൊളിയായിട്ട് പോവാം. ഓക്കെ. അപ്പം ഞാൻ ബാപ്പ എന്നാൽ പള്ളിയിലെല്ലാം പോയിട്ട് വരട്ടെ. എന്നിട്ട് വന്നിട്ട് നമുക്ക് ചോറ് തിന്നിട്ട് മുടി മുറിക്കാൻ പോകണം.